ഇറാനിലെ യുദ്ധം അവസാനിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ, അമേരിക്കയുടെ യുദ്ധങ്ങൾ തീരുന്നില്ല. ഇറാനിലെ പുകയടങ്ങും മുൻപ് ട്രംപിന്റെ റഡാറിൽ അടുത്ത രാജ്യം കുടുങ്ങിക്കഴിഞ്ഞു. അടുത്തത് ഏത് രാജ്യമാണെന്ന് കേട്ടാൽ ഒരുപക്ഷെ നമ്മുടെ സഖാക്കളൊക്കെ ഞെട്ടും. ഇറാനിലെ സൈനിക നീക്കങ്ങൾ പൂർത്തിയാക്കിയാൽ അമേരിക്കയുടെ അടുത്ത ശ്രദ്ധ ക്യൂബയിലായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഫുട്ബോൾ ക്ലബായ ഇന്റർ മിയാമിക്കൊപ്പം വൈറ്റ് ഹൗസിൽ നടന്ന ഒരു സ്വീകരണ ചടങ്ങിലാണ് ട്രംപ് ഈ കാര്യം തുറന്നു പറഞ്ഞത്. ആദ്യം ഇറാനിലെ കാര്യം ഒന്ന് തീർപ്പാക്കണം, ക്യൂബയുടെ കാര്യം ഇനി ഒരു സമയത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. ക്യൂബയിൽ ഭരണമാറ്റം വരുത്തുക എന്നതാണ് ട്രംപും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ലക്ഷ്യമിടുന്നത്. ഉപരോധങ്ങളിലൂടെ ക്യൂബയെ വരിഞ്ഞു മുറുക്കുന്നതിൽ മാർക്കോ റൂബിയോ മികച്ച സേവനമാണ് നടത്തുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ഫെബ്രുവരി 28-ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുമായി വലിയൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ നിൽക്കാതെയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയും അമേരിക്കൻ സൈന്യം പിടികൂടിയതിന് പിന്നാലെ ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാൻ വരെ ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. ലോക ഭൂപടത്തിൽ ട്രംപിന്റെ നോട്ടം എത്താത്ത രാജ്യങ്ങൾ ഇനി അധികം ബാക്കിയില്ല എന്ന് തന്നെ പറയാം. അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങൾ കാരണം ക്യൂബ ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി 9 മുതൽ ക്യൂബയിലേക്ക് എണ്ണ ഇറക്കുമതി നടന്നിട്ടില്ല. പല പ്രധാന എയർലൈനുകളും വിമാന സർവീസുകളും ഒക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇറാനിലെ പോലെ അമേരിക്ക ക്യൂബയ്ക്ക് നേരെയും സൈനിക ആക്രമണം നടത്തുമോ എന്ന ഭയത്തിലാണ് അവിടുത്തെ ജനങ്ങൾ. എന്നാൽ ഭരണമാറ്റത്തിനായി സമ്മർദ്ദം ചെലുത്തുമ്പോഴും ക്യൂബ അമേരിക്കയുമായി ഒരു കരാർ ഉണ്ടാക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാനിലെ സൈനിക നടപടികൾ അമേരിക്ക അവസാനിപ്പിച്ചാൽ അടുത്ത നോട്ടം ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിലെ കാസ്ട്രോ ഭരണകൂടത്തിന് നേരെയായിരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാലങ്ങളായി അമേരിക്കയിലുള്ള ക്യൂബൻ പൗരന്മാർ ഉടൻ തന്നെ അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങുമെന്നും ട്രംപ് പറയുന്നു. ചുരുക്കത്തിൽ അമേരിക്കയുടെ റഡാറിൽ എപ്പോഴും ഒരു രാജ്യം ഉണ്ടാകും. ഇറാൻ കഴിഞ്ഞാൽ അടുത്തത് ക്യൂബ, ക്യൂബ കഴിഞ്ഞാൽ അടുത്തത് ആര് എന്നറിയില്ല. ട്രംപിനാണെങ്കിൽ ഇനിയുമുണ്ട് 3 വർഷം. ലക്ഷ്യങ്ങൾ മാറുന്നുണ്ടെങ്കിലും യുദ്ധങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് സാരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.